ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സെന്റൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഏതൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് പറയാം എന്നുള്ളതാണ് കേട്ടോ. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സെന്റൻസ് എടുത്തിട്ട് എല്ലാ മെത്തേഡിലും നിങ്ങൾക്കും പറയാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ മോൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോ നമ്മളൊക്കെ ജ്യൂസ് ഉണ്ടാക്കാറുണ്ടല്ലോ. ഇപ്പോ ഞാൻ ഇങ്ങനെ പറയാണ്, ഞാൻ ദിവസവും ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് അല്ലെ. അപ്പോ ഇവിടെ നമ്മുടെ ശീലമാണ് പറയുന്നത്. സബ്ജക്റ്റ് ഞാനാണ്. ഐ മേക്ക് ജ്യൂസ്. അവിടെ മേക്ക് ബേസ് ഫോം ആണ് വേണ്ടത് വെർബിന്റെ. ഐ മേക്ക് ജ്യൂസ് എവറി ഡേ. ഐ മേക്ക് ജ്യൂസ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ദിവസവും ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അവൾ ദിവസവും ജ്യൂസ് കുടിക്കാറുണ്ട്. അവൾ ദിവസവും ജ്യൂസ് കുടിക്കാറുണ്ട്. ഇത് അവളുടെ ഒരു ശീലമാണ്. കുടിക്കുക എന്നുള്ള വെർബാണ്. അപ്പൊ നമ്മൾ ശീലം പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും വെർബ് പറയേണ്ടത്? ഷീ ഡ്രിങ്ക്സ്. ഷീ ഡ്രിങ്ക്സ് ജ്യൂസ് എവറി ഡേ. ദിവസവും എവറി ഡേ. ഷീ ഡ്രിങ്ക്സ്. അവിടെ ഡ്രിങ്കിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്തു. എങ്ങനെയൊക്കെയാന്നുള്ളത് അറിയാമായിരിക്കും അല്ലെ. നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും. ഷീ ഡ്രിങ്ക്സ് ജ്യൂസ് എവറി ഡേ. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞു അല്ലെ. കഴിഞ്ഞ സ്പോട്ടിൽ നമ്മൾ പറയാണ് ഐ ഹാവ് മേഡ് ജ്യൂസ്. ഐ ഹാവ് മേഡ് ജ്യൂസ്. ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കി. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കി എന്ന് പറയുകയാണെങ്കിൽ ഐ ജസ്റ്റ് മേഡ് ജ്യൂസ് എന്നും പറയാം കേട്ടോ. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഞാൻ രാത്രി ജ്യൂസ് ഉണ്ടാക്കാം. ഇത് വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ രാത്രി ജ്യൂസ് ഉണ്ടാക്കാം. ഐ വിൽ മേക്ക് ജ്യൂസ് അറ്റ് നൈറ്റ്. ഐ വിൽ മേക്ക് ജ്യൂസ് അറ്റ് നൈറ്റ്. ഞാൻ രാത്രി ജ്യൂസ് ഉണ്ടാക്കാം. ഇനി അവൻ ജ്യൂസ് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ അവൾ ജ്യൂസ് ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഹി ഈസ് മേക്കിംഗ് ജ്യൂസ്. ഹി ഈസ് മേക്കിംഗ് ജ്യൂസ്. അത് ഷീ ആണെങ്കിൽ ഷീ ഈസ് മേക്കിംഗ് ജ്യൂസ്. ഇനി ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിൽ ദേ ആർ മേക്കിംഗ് ജ്യൂസ്. വി ആർ മേക്കിംഗ് ജ്യൂസ്. ഞങ്ങൾ ജ്യൂസ് ഉണ്ടാക്കുകയാണ്, അവർ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. സിമ്പിൾ ആയിട്ട് പറയാട്ടോ. നീ ജ്യൂസ് ഉണ്ടാക്കുകയാണോ എന്ന് നമുക്ക് ഒരാളോട് ചോദിക്കുകയാണെങ്കിലോ, ഓൺ ദി സ്പോട്ടിൽ നമ്മൾ ഒരാൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ കാണുകയാണ്. ആ സമയത്ത് നമ്മൾ ചോദിക്കുകയാണ്, നീ ജ്യൂസ് ഉണ്ടാക്കുകയാണോ, നീ കേക്ക് ഉണ്ടാക്കുകയാണോ, നീ ഫുഡ് ഉണ്ടാക്കുകയാണോ, ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. ആർ യു, നീ ആയതുകൊണ്ട് ആർ യു മേക്കിംഗ് ജ്യൂസ്. ആർ യു മേക്കിംഗ് കേക്ക്. ആർ യു മേക്കിംഗ് ഫുഡ്. ഇങ്ങനെ പലതരത്തിലും നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ഉണ്ടാക്കാൻ അറിയില്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ അറിയില്ല, എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല, എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല. ഇങ്ങനെ നമുക്ക് പറയണമെങ്കിൽ ഈ ഒരൊറ്റ സെന്റൻസ് അവിടെ പഠിച്ചു വെക്കുക. എനിക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ അറിയില്ല. ഫോർ എക്സാമ്പിൾ ആണ്. എങ്ങനെ പറയാ? അറിയില്ല. ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ ഹൗ ടു മേക്ക് ജ്യൂസ്. ഐ ഡോണ്ട് നോ ഹൗ ടു മേക്ക് ജ്യൂസ്. ഇവിടെ ഹൗ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സെന്റൻസിനെ ഒന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഹൗ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടല്ല കേട്ടോ. ഐ ഡോണ്ട് നോ ഹൗ ടു മേക്ക് ജ്യൂസ്. ഐ ഡോണ്ട് നോ ഹൗ ടു മേക്ക് കേക്ക്. ഐ ഡോണ്ട് നോ ഹൗ ടു മേക്ക് മന്തി. എനിക്ക് മന്തി ഉണ്ടാക്കാൻ അറിയില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് പലതരത്തിലും സെന്റൻസിനെ മാറ്റിമറിക്കാം. ഓക്കെ ആണല്ലോ. ഈ നമ്മൾ ഇങ്ങനെ പറയണം, അവൾക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയും, അവൾക്ക് കേക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ ഞാൻ ഒരു സെന്റൻസ് പല രീതിയിലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു കാര്യമായിരിക്കും പറയുന്നത്, ഞാൻ വേറൊരു കാര്യമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാറ്റി മാറ്റി പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നല്ലേ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതിന്റെ വേറൊരു സെന്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അവൾക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയും. കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് ക്യാൻ ആണ് അല്ലെ. അപ്പോൾ ഷി ക്യാൻ മേക്ക് ജ്യൂസ്. ഷി ക്യാൻ മേക്ക് ജ്യൂസ് എപ്പോഴും നമ്മുടെ ഓക്സിലറി വരുന്ന സമയത്ത് വെർബ് V1 ഫോമിലാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഷി ക്യാൻ മേക്ക് ജ്യൂസ്. ഇനി അവൾക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ സിമ്പിൾ ആണ്. ഷി ക്യാൻ എന്നുള്ളതിന്റെ അടുത്ത് ഒരു നോട്ട് ആഡ് ചെയ്യുക. ഷി കനോട്ട് മേക്ക് ജ്യൂസ്. ഷി കനോട്ട് അതിനെ ഷോർട്ട് ആക്കുമ്പോൾ ഷി കാൺട്ട് മേക്ക് ജ്യൂസ്. അവൾക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയില്ല. സിമ്പിൾ ആണ് കേട്ടോ ഓരോരോ കാര്യം. ഇനി നിനക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ഒരാളോട് ചോദിക്കണമെങ്കിലോ, നിനക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പൊ സിമ്പിൾ ആയിട്ട് നീ എന്നുള്ള സബ്ജക്റ്റും
ക്യാൻ എന്നുള്ള ഓക്സിലറിയും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യുക. ക്യാൻ യു മേക്ക് ജ്യൂസ്? ക്യാൻ യു മേക്ക് ജ്യൂസ്? നിനക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയുമോ? അവൾക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുക. ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിരുന്നുകാർ വന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിരുന്നുകാർ വന്നത്, ഞാൻ അലക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിരുന്നുകാർ വന്നത്. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിരുന്നുകാർ വന്നത്. നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ. അപ്പോ എന്തായിരിക്കും? ഐ വാസ് മേക്കിംഗ് ജ്യൂസ് വെൻ ദ ഗസ്റ്റ് അറൈവ്ഡ്. വെൻ ദ ഗസ്റ്റ് അറൈവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റ് എത്തിയത്. അപ്പം ഐ വാസ് മേക്കിംഗ് ജ്യൂസ്. മേക്കിംഗ് വാസ് വേറെ വരുന്ന സമയത്തും മേക്കിംഗ് ആണ്. ഐ വാസ് മേക്കിംഗ് ജ്യൂസ് വെൻ ദ ഗസ്റ്റ് അറൈവ്ഡ്. ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗസ്റ്റ് വന്നത് അല്ലെങ്കിൽ എത്തിയത്. ഓക്കെ, ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോയത്. ഇങ്ങനെയും നമുക്ക് സംഭവിക്കാറുണ്ട് അല്ലെ. ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോയത് അല്ലെ. മിക്സി ഓൺ ആക്കണമെങ്കിൽ നമുക്ക് കറണ്ട് വേണം. രണ്ടും ഒരേ സമയത്ത് നടക്കുന്നത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് പറഞ്ഞ സെന്റൻസിലും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിരുന്നുകാർ വന്നത്. ഇവിടെയും നമുക്ക് വൈല് യൂസ് ചെയ്യാം, വെന്നും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോയത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വൈലും വെന്നും യൂസ് ചെയ്യാം. അപ്പൊ വൈൽ യൂസ് ചെയ്ത് എങ്ങനെയാ പറയാ? വൈൽ ഐ വാസ് മേക്കിംഗ് ജ്യൂസ്. ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്ന ആ ഒരു സമയത്താണ് ദ പവർ വെന്റ് ഔട്ട്. അപ്പൊ വയലിനെ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ നമ്മള് ദ പവർ വെന്റ് ഔട്ട് എന്ന് പറയുന്നതിന് മുമ്പായിട്ടൊരു കോമ ആഡ് ചെയ്യണം. നമുക്കറിയാലോ, നമ്മുടെ കൺജക്ഷനൊക്കെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ നമ്മൾ സെന്ററിൽ ഒരു കോമ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് സെന്ററിലേക്ക് വയലിനെ കൊണ്ടുവരാം. അപ്പോ വൈൽ ഐ വാസ് മേക്കിംഗ് ജ്യൂസ് ദ പവർ വെന്റ് ഔട്ട്. ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോയത്. ഇനി ഇത് വെൻ യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഐ വാസ് മേക്കിംഗ് ജ്യൂസ് വെൻ ദ പവർ വെന്റ് ഔട്ട്. രണ്ട് രീതിയിലും പറയാം കേട്ടോ. അപ്പോൾ ഒരു രീതിയൊക്കെ പഠിച്ചു വെച്ചിട്ട് ഒന്ന് ഫ്ലുവന്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് പല രീതിയിലും മാറ്റി മാറ്റി പറഞ്ഞു നോക്കാം. ഓക്കെ, ഞാൻ ഇന്നലെ ജ്യൂസ് ഉണ്ടാക്കി പക്ഷേ കുടിക്കാൻ മറന്നു. ഞാൻ ഇന്നലെ ജ്യൂസ് ഉണ്ടാക്കി പക്ഷെ കുടിക്കാൻ മറന്നു. കഴിഞ്ഞൊരു കാര്യമാണ് അല്ലെ, നമുക്കൊക്കെ സംഭവിക്കാറുള്ള. ഞാൻ ഇന്നലെ പാല് കാച്ചി പക്ഷെ കുടിക്കാൻ മറന്നു. ഞാൻ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി പക്ഷെ കഴിക്കാൻ മറന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റും. ഞാൻ ഇന്നലെ ജ്യൂസ് ഉണ്ടാക്കി. ഐ മേഡ് ജ്യൂസ് യെസ്റ്റർഡേ ബട്ട് ഐ ഫോർഗോട്ട് ടു ഡ്രിങ്ക് ഇറ്റ്. ഐ മേഡ് ജ്യൂസ് യെസ്റ്റർഡേ ബട്ട് ഐ ഫോർഗോട്ട് ടു ഡ്രിങ്ക് ഇറ്റ്. ഓക്കെ, നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു. അപ്പോ നമ്മൾ കുറച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ പറയാറുണ്ട്, നീ പോകല്ലേ, ഞാൻ ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാം. എങ്ങനെ പറയാ? നീ പോകല്ലേ, ഞാൻ ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാം. നീ പോകല്ലേ, നീ പോകരുത്. ഡോണ്ട് ഗോ, ഐ വിൽ മേക്ക് ജ്യൂസ് നൗ. ഐ വിൽ മേക്ക് ജ്യൂസ് നൗ. നീ പോകല്ലേ, ഞാൻ ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാം. നീ പോകല്ലേ, ഞാൻ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാം. എങ്ങനെ പറയാ? ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഷുഗർ പേഷ്യന്റ് ആണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ജ്യൂസ് കൊടുക്കണമെന്ന് നിർബന്ധമാണ്. അപ്പൊ അവര് പറയാണ്, എനിക്ക് ജ്യൂസിൽ മധുരം ചേർക്കണ്ട എന്നിങ്ങനെ പറയാ. അപ്പൊ നമുക്കൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് പറയണം, എനിക്ക് ജ്യൂസിൽ മധുരം ചേർക്കണ്ട, എനിക്ക് ചായയിൽ മധുരം ചേർക്കണ്ട. ഇങ്ങനെ നമുക്ക് പറയണമെങ്കിൽ ഇപ്പോ നമുക്ക് താഴ്മയോടെ പറയുകയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ആഡ് ഷുഗർ ടു മൈ ജ്യൂസ്. പ്ലീസ് ഡോണ്ട് ആഡ് ഷുഗർ ടു മൈ ജ്യൂസ്. എന്റെ ജ്യൂസിൽ മധുരം ചേർക്കണ്ട എന്നാണ്. ഞാൻ ജ്യൂസ് കുടിച്ചു. ഐ ഡ്രാങ്ക് ജ്യൂസ്. ഞാൻ എൻ്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ജ്യൂസ് കുടിച്ചു. എങ്ങനെ പറയും? ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ജ്യൂസുമായി ബന്ധപ്പെട്ട കുറച്ച് സെന്റൻസുകളാണ് അല്ലെ. ഇനിയും ഇതുപോലെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ പറയാവുന്ന സെന്റൻസുകൾ പറഞ്ഞു നോക്കാം. ഇപ്പം ജ്യൂസ് അടിച്ചു കഴിഞ്ഞിട്ട് മിക്സി കഴുകി വെക്കൂ, ഇങ്ങനെ പറയാം. അതുപോലെ ജ്യൂസ് അടിക്കാൻ നീ മിക്സി എടുക്ക്, ഇങ്ങനെ പറയാം. ഇങ്ങനെ പല സെന്റൻസുകളും നമുക്ക് ജ്യൂസുമായി ബന്ധപ്പെട്ട് പറയാം. ജ്യൂസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ചെയ്യുക. ഞാൻ ഇടയിലൊക്കെ തന്നിട്ടുള്ള ആ ഒരു സെന്റൻസുകളൊക്കെ ഒന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നില്ല. ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് വളരെ ഫ്ലുവന്റ് ആയി സംസാരിക്കാനായിട്ട് പറ്റൂ കേട്ടോ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.